ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും ഋഷിയും കൂടി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം ടോപ്പ് 5, ടിക്കറ്റ് ടു ഫിനാലെ ഇത്യാദി കാര്യങ്ങളാണ്. അപ്പോൾ അഭിഷേക് ഋഷിയോട് സംസാരിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാട്, ഞാനിപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചു, ഞാൻ ടോപ്പ് 5ലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ അടുത്ത നോമിനേഷനിൽ ഞാൻ പുറത്തു പോകേണ്ട വ്യക്തിയായിരിക്കും. ഒരു കഴിവുമില്ലാത്തത് കൊണ്ട് എന്നെ ജനം പുറത്ത് കളയാൻ വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ഞാൻ ഫിനാലയിലേക്കുള്ള ടിക്കറ്റ് കരസ്ഥമാക്കി അവിടേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ അർഹിച്ചത് തന്നെയാണോ ഈ നേടിയെടുത്തിരിക്കുന്നത്? അതൊരു കുറ്റബോധമായിട്ട് എൻ്റെ മനസ്സിനകത്ത് കിടക്കും. പുറത്തുള്ള ആൾക്കാർ എന്തായിരിക്കും എന്നെക്കുറിച്ച് വിലയിരുത്തുക? ശരിക്കും അവനിത് അർഹിച്ചിരുന്നത് തന്നെയാണോ? അവൻ ആരോഗ്യമുള്ളത് കൊണ്ട് ടാസ്ക് കളിച്ച് അവൻ കയറി വന്നതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന സംഗതിയോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്നെ ടോപ്പ് 5ലേക്ക് കയറ്റി വിടുകയാണെങ്കിൽ അത് മാത്രം മതി. ജനങ്ങൾ എന്നെ ടോപ്പ് 5ലേക്ക് കയറ്റി വിട്ട് 5ാം സ്ഥാനമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അതിലും ഞാൻ സംതൃപ്തനാണ്. നോ പ്രോബ്ലം. അപ്പോൾ ശരിക്കും ഈ ആഴ്ച പുറത്തു പോകേണ്ട ഞാൻ ടിക്കറ്റ് ടു ഫിനാലെ വഴി ഡയറക്റ്റ് ടോപ്പ് 5ലേക്ക് കയറുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഗെയിം എനിക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കൊണ്ടുപോകട്ടെ. ഇത് ആരോടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഋഷിയോടാണ് സംസാരിക്കുന്നത്. ഋഷി അന്നേരം പറയുന്നുണ്ട്, നീ വളരെ കറക്റ്റായിട്ട് കാര്യം, അങ്ങനെ ആകാവൂ, അങ്ങനെ മാത്രമേ സംഭവിക്കാവൂ, നീ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഞാനും അതുപോലെ തന്നെയാണ്. ഇവിടെ വന്ന നാൾ മുതൽ ഞാനും ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിവിടെ നിന്നാൽ മതി. സത്യത്തിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നൊരു സംഭവം വിട്ടുകൊടുക്കത്തില്ല. ഞാൻ അധ്വാനിച്ച് നേടിയതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത ഒരാളാണ് ഋഷി. അവിടെ വെച്ച് അർജുൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭയമുണ്ട് ഫിനാലെ വീക്കിലേക്ക് ഞാൻ എത്തുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് താടേ എന്ന് പറയുകയും ചെയ്തു. അവിടെയും വിട്ടുകൊടുക്കാതെ അത് പിടിച്ചെടുത്തതിന് ശേഷം പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും ഈ തരത്തിലുള്ള ചിന്താഗതി തന്നെയാണുള്ളത്. ജനം ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നിന്നാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ഇത് പറയുന്ന സമയത്ത് എൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെ വെച്ച് നീട്ടി എന്നെ കൊണ്ടത് വാങ്ങിപ്പിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇത് എൻ്റെ അണ്ണാക്കിലടിക്കുകയാണല്ലോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും ആർക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തായാലും പെട്ടുപോയി, ഇനിയിപ്പോൾ മിണ്ടാതിരുന്നേക്കാം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഋഷി ഇവിടെ പറയുന്നത്, നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്, നിന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ആളാണ് ഞാനും. അങ്ങനെ അഭിഷേകിനെ പോലെ തന്നെ ചിന്തിക്കുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ് ഋഷിയെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ബഗ് ചെയ്തിട്ട് കേണ് പറയുകയാണ്, എനിക്ക് തന്നുകൂടെയത്, എനിക്ക് ഭയമുണ്ട് ഒരു പക്ഷേ ടോപ്പ് 5ലെത്താൻ കഴിയത്തില്ലയോ, പുറത്തു പോകുമോ എന്ന്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അപേക്ഷിച്ചിട്ട് അയാൾക്ക് കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ആളാണ് ഇപ്പോൾ പറയുന്നത്, ഞാനും അങ്ങനെ തന്നെയാണ്, ജനം എന്നെ ഇവിടെ നിർത്തുന്നെങ്കിൽ നിർത്തിയാൽ മതി. ഇനി അടുത്ത വിഷയം, ഏറ്റവും രസകരമായ കാര്യവും അതുതന്നെയാണ്. ഈ ആഴ്ച ഒരുപക്ഷെ പുറത്തു പോകേണ്ട വ്യക്തിയാണ് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ നേടിയിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. സോഷ്യൽ മീഡിയ പോളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ 3 സ്ഥാനക്കാരിൽ ഒരാൾ ഋഷിയാണ്. ഏറ്റവും താഴെ നിൽക്കുന്നത് അപ്സര, അതിൻ്റെ തൊട്ട് മുകളിൽ ശ്രീതു, അതിൻ്റെയും മുകളിൽ ഋഷി. ഈ ഋഷിയും ശ്രീതുവും തമ്മിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുകളിൽ കയറുന്നു, താഴെ ഇറങ്ങുന്നു, അങ്ങനെ ചാഞ്ചാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ ആരാണ് ഇതിനകത്തുനിന്ന് പുറത്തു പോവുക എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം അഭിഷേകിനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഇവർ രണ്ടും കട്ട സുഹൃത്തുക്കളാണ്. അങ്ങനെ സുഹൃത്തുക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു സംഗതി ഋഷിക്ക് ഔദാര്യമായി കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഋഷിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി വർത്തമാനം പറയരുതായിരുന്നു. ഇത്തിരി ചിന്താശേഷിയുള്ള ഒരാളായിരുന്നുവെങ്കിൽ, ആരുടെയും മുഖത്ത് നോക്കി കൃത്യമായിട്ട് മറുപടി പറയുവാൻ കഴിവുള്ള, അതിനുള്ള ആർജവമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അഭിഷേകിന്റെ മുഖത്ത് നോക്കി തീർച്ചയായിട്ടും ആ സമയത്ത് ചോദിച്ചേനെ, ഇത് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ടാണോ എൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇമാതിരി വർത്തമാനം പറയുന്നത് എന്ന്. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഒരുപക്ഷെ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ നിഷ്പക്ഷമായ ഒരു വിലയിരുത്തലിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഒരാളുടെ കയ്യിലേക്ക് ഒരു നന്മ എടുത്ത് വെച്ചു കൊടുത്തതിന് ശേഷം അയാളുടെ മുഖത്ത് നോക്കി തന്നെ ഇമാതിരി വർത്തമാനം ഒരിക്കലും പറയില്ല. ഒരുപക്ഷെ മറ്റൊരാളിനോട് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം. ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നെങ്കിൽ മാത്രം എനിക്ക് അവിടേക്ക് എത്തിയാൽ മതി, അല്ലാതെ ഔദാര്യത്തിൽ കൂടി നുഴഞ്ഞവിടേക്ക് കയറേണ്ട ആവശ്യം എനിക്കില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതിനകത്ത് ഒരു വ്യക്തതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഋഷിയുടെ മുഖത്ത് നോക്കി തന്നെ പറയരുതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഋഷിക്ക് അത് മനസ്സിലാക്കാത്തിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. ഒരുമാതിരിപ്പെട്ട കാര്യമൊന്നും ഋഷിക്ക് മനസ്സിലാകാറില്ല. മാത്രവുമല്ല, അൻസിബയും അഭിഷേകും ഋഷിയെ സംബന്ധിച്ചിടത്തോളം തെറ്റാവരമുള്ളവരാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യം തന്നെയാണ്. യേസ് പറയുക, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ വളരെ കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്, ഇത് പറഞ്ഞു പോവുക എന്നുള്ള റോള് മാത്രമേ അവിടെ ഋഷിക്കുള്ളൂ. ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഋഷി ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർക്കൊപ്പം എത്തി നിൽക്കുന്നത്. കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇന്ന് ഋഷി പുറത്തു പോകാതിരിക്കട്ടെ, ടിക്കറ്റ് ടു ഫിനാലെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം.